നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക, ജനാധിപത്യത്തിന്റെയും സുതാര്യതയുടെയും വക്താക്കൾ എന്ന് സ്വയം അവതരിപ്പിക്കുന്ന അമേരിക്കൻ നേതാക്കൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനെ ചുറ്റിപ്പറ്റി പുറത്തു വന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ലോകത്തോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണോ, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കഥയാണോ എന്നതാണ് ആ ചോദ്യം. കാരണം ഏതാനും ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി പ്രചരിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ട് കാണും. ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ഭാഗമായി യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പുനർനിർമ്മാണത്തിനായി അമേരിക്ക $300 ബില്യൺ നൽകാൻ സമ്മതിച്ചു എന്ന വാർത്തയാണ്. ചിലർ അതിനെ ട്രംപിന്റെ ചരിത്രപരമായ വിട്ടുവീഴ്ച എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു ചിലർ അമേരിക്ക ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കി എന്നും വരെ പറഞ്ഞു. വാർത്ത ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്ര വിഷയമായിട്ട് ഇത് മാറുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് കേട്ടോ. അമേരിക്ക ഈ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ രംഗത്തെത്തിയത് ആ കഥ മുഴുവൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാനിലേക്ക് അമേരിക്ക $1 പോലും നേരിട്ട് നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇത്രയും ദിവസം ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? $300 ബില്യൺ കഥ എവിടെ നിന്നാണ് അപ്പോൾ വന്നത്? ആരാണ് അത് പ്രചരിപ്പിച്ചത്? എന്തിനു വേണ്ടിയാണ് പ്രചരിപ്പിച്ചത്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. കാരണം ഇത് വെറും ഒരു സമാധാന കരാറിന്റെ കഥയല്ല. ഇത് ആധുനിക രാഷ്ട്രീയത്തിൽ വിവരങ്ങൾ എങ്ങനെ ആയുധമാക്കപ്പെടുന്നു എന്നതിന്റെ കഥ കൂടിയാണ്. ഒരു വാർത്ത ലോകമെമ്പാടും പ്രചരിക്കുകയാണ്. കോടിക്കണക്കിന് ആളുകൾ അത് വിശ്വസിക്കുന്നു. പിന്നീട് അതേ വാർത്തയുടെ അടിസ്ഥാന വാദങ്ങൾ പോലും ബന്ധപ്പെട്ടവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സത്യം എന്താണ്? ആദ്യത്തെ കഥയാണോ, പിന്നീട് വന്ന വിശദീകരണമാണോ യഥാർത്ഥ സത്യം? സ്വയം വിജയങ്ങളുടെ രാജാവായി അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനും ലോക രാഷ്ട്രീയത്തെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിനും ഈ വിവാദം വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് നിലവിൽ. കാരണം ഒരു കാര്യം ഉറപ്പാണ്, $300 ബില്യൺ കഥ ഇന്ന് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ലോകത്തോട് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നോ, അതോ മറ്റൊരു രാഷ്ട്രീയ നരേറ്റീവ് മാത്രമായിരുന്നോ എന്ന പ്രസക്തമായ ചോദ്യമാണ് പല ഭാഗത്തു നിന്നും അമേരിക്ക നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്താരാഷ്ട്ര രാഷ്ട്രീയ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ എന്ന കാര്യം നമുക്കറിയാം. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളും മിഡിൽ ഈസ്റ്റിലെ യുദ്ധസമാന സാഹചര്യങ്ങളും അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒരു ധാരണയിൽ എത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ലോകം മുഴുവൻ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വാർത്തകൾക്കിടയിൽ മറ്റൊരു അവകാശവാദവും അതിവേഗം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പുനർനിർമ്മാണത്തിനായി അമേരിക്ക $300 ബില്യൺ നൽകാൻ സമ്മതിച്ചു എന്നതായിരുന്നു ആ പ്രചാരണം. ഈ വാർത്ത വന്നതോടെ സോഷ്യൽ മീഡിയയിലും ചില രാഷ്ട്രീയ വൃത്തങ്ങളിലും അതിവേഗം വ്യാപിച്ചു. പലരും ഇതിനെ അമേരിക്കയുടെ വലിയ പിൻവാങ്ങലായിട്ട് ചിത്രീകരിച്ചു. ചിലർ പറഞ്ഞത് വർഷങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു, അമേരിക്ക ഒടുവിൽ ചർച്ചാമേശയിൽ തോറ്റു എന്നൊക്കെയായിരുന്നു. മറ്റു ചിലരാകട്ടെ ഇത് ട്രംപ് ഭരണകൂടത്തിന്റെ രഹസ്യ വിട്ടുവീഴ്ചയാണെന്ന് വരെ ആരോപിച്ചു. എന്നാൽ പിന്നീട് സംഭവിച്ചതോ ഈ കഥയുടെ ദിശ തന്നെ മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ വെറും കെട്ടുകഥകളായിരുന്നു എന്ന തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ട് രംഗത്തെത്തി പ്രശസ്ത മാധ്യമ പ്രവർത്തക മെഗിൻ കെല്ലിയുടെ പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം വളരെ വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അമേരിക്ക ഇറാനിലേക്ക് $300 ബില്യൺ മറ്റെന്തെങ്കിലും പുനർനിർമ്മാണ ഫണ്ടോ നേരിട്ട് നൽകുന്നില്ല. അത്തരം ഒരു കരാർ നിലവിലില്ല താനും. അമേരിക്കയുടെ നിലപാട് മറ്റൊന്നാണ്. ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്ന പക്ഷം നിലവിലുള്ള ചില ഉപരോധങ്ങൾ നീക്കുകയോ ഇളവ് നൽകുകയോ ചെയ്യാവുന്നതാണ്. അതിലൂടെ മറ്റ് രാജ്യങ്ങൾക്കും സ്വകാര്യ നിക്ഷേപകർക്കും ഇറാനിൽ നിക്ഷേപം നടത്താൻ അവസരവും ലഭിക്കും. അല്ലാതെ അമേരിക്ക പണം നൽകാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അമേരിക്കൻ നികുതിദായകരുടെ പണം നേരിട്ട് ഇറാനിലേക്ക് ഒഴുകുന്ന സാഹചര്യമില്ല എന്നാണ് വാൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. $300 ബില്യൺ കഥ എവിടെ നിന്നാണ് വന്നത്? ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഉപരോധങ്ങൾ നീക്കിയാൽ ഇറാന് ദീർഘകാലാടിസ്ഥാനത്തിൽ ലഭിക്കാവുന്ന വിദേശ നിക്ഷേപങ്ങളുടെയും ആരോപിച്ച ആസ്തികളുടെയും സാധ്യതകൾ കൂട്ടിക്കലർത്തിയാണ് ഈ കണക്കുകൾ പ്രചരിച്ചത് എന്നാണ്. മറ്റു ചിലർ പറയുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായി ഈ സംഖ്യ വലുതായി അവതരിപ്പിക്കപ്പെട്ടു എന്ന കാര്യമാണ്. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയ കാര്യം മറ്റൊന്നാണ്. ആധുനിക ലോക രാഷ്ട്രീയത്തിൽ യുദ്ധം പോലെ തന്നെ വിവരങ്ങളും ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. ഒരു വാർത്ത പുറത്തു വരുന്നു, സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കാനും രാഷ്ട്രീയ ഗ്രൂപ്പുകൾ അതിനെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവതരിപ്പിക്കാനും തുടങ്ങിയിരിക്കുന്നു. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴേക്കും ആദ്യത്തെ വാർത്ത ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പലരും അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ വിഷയത്തിലും അത് തന്നെയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ചിലർ അമേരിക്കയെ പൂർണ്ണ പരാജിതനായി ചിത്രീകരിച്ചു.
മറ്റു ചിലരാകട്ടെ ഇറാനെ പൂർണ്ണമായും മുട്ടുകുത്തിച്ചതായിട്ടും പറഞ്ഞു. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ രണ്ട് അതിരുകൾക്കിടയിലാണുള്ളത്. കാരണം ഇപ്പോൾ ചർച്ചയിലുള്ളത് ഒരു പൂർണ്ണ വിജയമോ പൂർണ്ണ പരാജയമോ അല്ല എന്ന കാര്യം തിരിച്ചറിയുക. ഇരുപക്ഷത്തിനും ആവശ്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഒരു ധാരണയാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിക്കുകയും ആഗോള എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത് എങ്കിൽ അമേരിക്കയ്ക്ക് അത് വലിയ തലവേദനയാണ്. എണ്ണവിലയിലെ വർധനവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ സംഘർഷം കുറയ്ക്കുന്നത് വാഷിംഗ്ടണിന്റെ താല്പര്യം തന്നെയാണ്. ഇറാന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലോ വർഷങ്ങളായി തുടരുന്ന ഉപരോധ സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഉപരോധങ്ങൾ ഇളവാക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപം വർദ്ധിക്കാനും എണ്ണ കയറ്റുമതി മെച്ചപ്പെടാനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ സജീവമാകാനും സാധ്യതയുമുണ്ട്. അതിനാൽ കരാർ ഇരു രാജ്യങ്ങൾക്കും ചില നേട്ടങ്ങൾ നൽകുന്ന ഒരു രാഷ്ട്രീയ വിട്ടുവീഴ്ചയായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഇവിടെയാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവും പ്രധാനമാകുന്നത്. ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ശരിവെക്കാതെ പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാവുന്നതാണ്. എന്നിട്ടും അത് സർക്കുലേറ്റ് ചെയ്തു. $300 ബില്യൺ കാര്യത്തിലും അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. പിന്നീട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ നേരിട്ട് നിഷേധിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ലോകം മുഴുവൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ വാർത്തയെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുകയാണോ ചെയ്തത്? അതിന് ഓരോരുത്തരും സ്വന്തം നിഗമനത്തിൽ എത്താവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഇന്ന് യുദ്ധഭൂമിയിൽ മാത്രമല്ല വിവരങ്ങളുടെ ലോകത്ത് വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. സത്യവും പ്രചാരണവും തമ്മിലുള്ള അതിർത്തി പലപ്പോഴും മങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥ സത്യം എന്താണ് എന്ന തിരിച്ചറിവ് നമുക്ക് പലർക്കുമില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ഒരു വാർത്ത കേൾക്കുന്നത് മാത്രം പോരാ. അതിന്റെ ഉറവിടം എന്താണ്, പിന്നീട് എന്ത് വിശദീകരണങ്ങളാണ് വന്നത്, ഔദ്യോഗിക നിലപാടുകൾ എന്താണ് എന്നതെല്ലാം പരിശോധിക്കേണ്ടത് നിർബന്ധമാണ്. കാരണം പലപ്പോഴും ആദ്യമായി കേൾക്കുന്ന കഥയായിരിക്കില്ല യഥാർത്ഥ സംഭവം. $300 ബില്യൺ കഥയും അതിന് ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക കരാർ നടക്കുകയാണ് എന്ന് കരുതിയ സമയത്ത് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം മറ്റൊരു ചിത്രം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്: യഥാർത്ഥ കരാർ എന്തായിരിക്കും പറയുക? അതിന്റെ അന്തിമ രൂപം എന്തായിരിക്കും? അതിന്റെ ഗുണം ആർക്കായിരിക്കും? അതിനുള്ള ഉത്തരം വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ മാത്രമാണ് നൽകാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാനുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. തന്റെ വിജയങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരവും അദ്ദേഹം പാഴാക്കാറില്ല. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയായാലും അതിർത്തി സുരക്ഷയായാലും വിദേശ നയമായാലും എല്ലാ വിഷയങ്ങളിലും താനാണ് വിജയത്തിന്റെ ശില്പി എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ ശൈലി തന്നെയാണ് ട്രംപ് തുടരാറുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ സമാധാന നീക്കത്തെ കാണുമ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ കരാർ ശരിക്കും ഇറാന്റെ ആവശ്യമാണോ അതോ ട്രംപിന്റെ രാഷ്ട്രീയ ആവശ്യകത കൂടിയാണോ എന്നതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾ നൽകുന്നതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷെ യുദ്ധങ്ങൾ നീണ്ടു പോകുമ്പോൾ അതിന്റെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ ഭാരം ഭരണകൂടത്തിന്റെ തോളിലേക്കാണ് വീഴാൻ പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം മൂലം എണ്ണവില ഉയർന്നതിനാൽ അതിന്റെ ആഘാതം ആദ്യം അനുഭവിക്കുന്നത് അമേരിക്കൻ ഉപഭോക്താക്കളാണ്. ഇന്ധനവില ഉയരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം നേരിടേണ്ടി വന്നത് വൈറ്റ് ഹൗസ് തന്നെയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു നീണ്ട യുദ്ധം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ട്രംപിനും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾക്കും കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇവിടെയാണ് ഈ സമാധാന കരാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കാരണം ഒരു വശത്ത് ട്രംപിന് യുദ്ധം അവസാനിപ്പിച്ച നേതാവെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിയും. മറുവശത്ത് എണ്ണ വിപണിയെ സ്ഥിരപ്പെടുത്താനും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ സമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കുകയും ചെയ്യും. അതായത് ഇത് വെറും ഒരു വിദേശ നയ തീരുമാനം മാത്രമായിട്ട് നമ്മൾ കാണരുത്. ആഭ്യന്തര രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ കൂടിയാണ് ഇത്. ഇപ്പോൾ പല രാഷ്ട്രീയ നിരീക്ഷകരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശക്തമായ മുന്നറിയിപ്പും ഭീഷണികളും ഉയർത്തിയിരുന്ന അമേരിക്കൻ ഭരണകൂടം ഇന്ന് ചർച്ചയുടെ മേശയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ആ ചോദ്യം. അത് അമേരിക്കയുടെ ശക്തിയുടെ പ്രകടനമാണോ അതോ യുദ്ധം തുടർന്നാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യ ബോധമാണോ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായത് എന്നതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ഉത്തരം എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് ഈ സമാധാന കരാർ ഇറാനെ പോലെ തന്നെ ട്രംപിനും അത്യാവശ്യമാണ്. കാരണം ഒരു യുദ്ധം വിജയകരമായി അവസാനിപ്പിക്കുന്ന നേതാവ് എന്ന ചിത്രം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും കൂടുതൽ മൂല്യമുള്ളതാണ്. അതാണ് ട്രംപും ആഗ്രഹിക്കുന്നത്. ട്രംപ് അത് നന്നായി മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണല്ലോ. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കമന്റ് ബോക്സ് എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.